നമസ്തേ. ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് എവർക്കും സുസ്വാഗതം. 19/2/2026 വ്യാഴാഴ്ച പൂരിട്ടാതി നക്ഷത്രമാണ്. രാത്രി 8:53 വരെയാണ് പൂരിട്ടാതി നക്ഷത്രമുള്ളത്. അതിനുശേഷം ഉത്രട്ടാതി നക്ഷത്രം തുടങ്ങുന്നതാണ്. ഈ നക്ഷത്രക്കാരുടെ ദശാനാഥൻ വ്യാഴം ആണ്. ഇന്നത്തെ ദിവസം വ്യാഴാഴ്ചയും കൂടി ഇന്നത്തെ ദിവസം വ്യാഴാഴ്ച ആയതുകൊണ്ട് ഇവർക്ക് വളരെയധികം നല്ല ഗുണം ഉണ്ടാകുന്നതാണ്. പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ഏഴശനിയുടെ കാലം കൂടിയാണ്. വളരെയധികം കാര്യതടസ്സങ്ങളും വിഷമതകളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുന്നവരാണ് ഇവരെ. കാര്യങ്ങൾ വിവേകത്തോടു കൂടി കൈകാര്യം ചെയ്യാനും അനാവശ്യ ഉത്കണ്ഠ ഒഴിവാക്കുകയും അപ്രതീക്ഷിതമായ ചെലവ് വരും എങ്കിലും അനാവശ്യ കാര്യങ്ങൾക്ക് മുടക്കാതെ ശ്രദ്ധിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഉദര സംബന്ധമായോ ശ്വാസതടസ്സമോ ഉണ്ടാകാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. വിവാഹ തടസ്സം നേരിടുന്ന പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ചെയ്യേണ്ട വഴിപാടുകൾ: സ്വയംവര പുഷ്പാഞ്ജലി അടുത്തുള്ള അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ നടത്താം. ഉമാമഹേശ്വര പൂജ ചെയ്യുന്നത് വിവാഹ തടസ്സം മാറിക്കിട്ടും. ജോലി തടസ്സം മാറാനും പുതിയ ജോലി ലഭിക്കാനും ഈ വഴിപാടുകൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ശനിയും വ്യാഴവും ഗ്രഹനില അനുസരിച്ച് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. ഉമാമഹേശ്വര പൂജ ചെയ്യുന്നത് വിവാഹ തടസ്സം മാറിക്കിട്ടും. ജോലി തടസ്സം മാറാനും പുതിയ ജോലി ലഭിക്കാനും ഈ വഴിപാടുകൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. അത് ജോലി തടസ്സം മാറിക്കിട്ടാൻ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വിഷ്ണു ക്ഷേത്രത്തിൽ നടത്തുന്നത് വളരെ ഉത്തമമായി. ഗുരുദർശനമോ മഹാവിഷ്ണു ദർശനമോ തൊഴിൽ തടസ്സം മാറിക്കിട്ടാൻ ഉത്തമമായിരിക്കും. പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് 1, 2, 3 പാദക്കാർക്ക് കുംഭൻ രാശിയിലും അവസാനത്തെ 4-ാം പാദം മീനൻ രാശിയിലുമാണ് ഇവരുടെ നക്ഷത്ര പാദങ്ങളുള്ളത്. ശനിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശനി ഏറ്റവും കൂടുതൽ മനസ്സിനെ ബാധിക്കും. ധനത്തെ, ആരോഗ്യത്തെ, അങ്ങനെയൊക്കെയുള്ള കുടുംബജീവിതത്തെ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ബാധിക്കാറുണ്ട്. മനസ്സാവാച കർമ്മം അറിയാതെ നല്ല കാലയളവിലൊക്കെ 7 ശനി ബാധിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന തകർച്ച വളരെയധികം വിഷമതകളിലേക്ക് കടത്താറുണ്ട്. അപ്പോൾ ഈ 7 ശനി ആർക്കൊക്കെയാണ് ബാധിക്കാത്തത്? യഥാർത്ഥത്തിൽ 7 ശനി ബാധിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശനി ജാതകത്തിൽ ഗുണപ്രദമായ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഈ ശനിയുടെ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും. എന്നിരുന്നാലും ശനിയുടേതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടേ പോവുകയുള്ളൂ. 7 ശനിക്കാലം എന്ന് വെച്ചാൽ ഇത് അനുഭവം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ കൂടുതലും ജീവിതത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞിരിക്കും. അത്രമാത്രം ശനി ഒരു അധ്യാപകനായിട്ട് മാറുന്നൊരു കാലയളവാണ് 7 ശനിക്കാലം എന്ന് പറയുന്നത്. അപ്പം എല്ലാ പ്രായക്കാരും ഒരേപോലെയുള്ള സമയത്തിലൂടെ അല്ല കടന്നു പോകുന്നത്. അവരുടെ എല്ലാം ദശാകാലങ്ങളെന്ന് പറയുന്നത് ശുഭഗ്രഹങ്ങളുടെ ദശാകാലവും കാണും, മോശഗ്രഹങ്ങളുടെ പാപഗ്രഹങ്ങളുടെ ദശാകാലങ്ങളും കാണും. അപ്പോൾ ശുഭഗ്രഹങ്ങളുടെ ദശാകാലത്തൊക്കെ ഉള്ള ഒരു ശനിദോഷമാണെങ്കിൽ ദോഷത്തിൻ്റെ ആധിക്യത്തെ കുറയ്ക്കാറുണ്ട്. എന്നിരുന്നാലും ശനിയുടേതായിട്ടുള്ള പണികളൊക്കെ ചെയ്യാറുണ്ട്. 7 ശനിക്കാലം എല്ലാവരും തന്നെ സൂക്ഷിക്കുക. ശനിദേവനെ എല്ലാവർക്കും തന്നെ പൊതുവെ വളരെ ഭയമാണുള്ളത്. എന്നിരുന്നാലും ശനി വളരെ ഗുണങ്ങൾ തരുന്ന ശനിയാണ്. എല്ലാം പതുക്കെ പോകും എന്നത് മാത്രമേ ഉള്ളൂ. ശനി ഒരുപാട് ഗുണങ്ങൾ തരുന്നുണ്ട്. ദോഷസ്ഥാനങ്ങളിലൊക്കെ നിൽക്കുന്ന ശനി മാത്രമാണ് നമുക്ക് ഒരുപാട് ഫീലിങ്ങും പരാജയം വിഷമതകളും ഒക്കെ സാമ്പത്തികമായ മേഖലയെയും അല്ല സമ്പത്തിനെയും അനാവശ്യ ചിലവുകൾ വരാതെ സൂക്ഷിക്കുക. അതുപോലെ നമ്മൾ എന്തെങ്കിലും നിക്ഷേപങ്ങൾ നിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെയധികം സൂക്ഷിക്കണം. കടബാധ്യതകൾ ചെന്ന് പെടാതെ സൂക്ഷിക്കണം. അവർക്ക് കയ്യിൽ നിന്ന് ധനമൊക്കെ പോയി കഴിഞ്ഞാൽ ആർക്കെങ്കിലും കൊടുത്താൽ അത് കിട്ടുന്ന കാര്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ഇതുപോലെ മാനസിക പിരിമുറുക്കം, മനസ്സമാധാനമില്ലായ്മ, അകാരണമായ ഭയം, ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ എന്നിവ അനുഭവപ്പെടാനും മറ്റുള്ളവർ നമ്മെ തെറ്റിദ്ധരിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ്
ഇത് ആർക്കും തന്നെ ഒരാൾ കുറ്റപ്പെടുത്തുന്നത് ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ ചെയ്യാത്ത കുറ്റത്തിനൊക്കെ പഴി കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകും. അതുപോലെ ജന്മനാട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ മാറി താമസിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുക, ജോലിയിൽ നഷ്ടമോ അല്ല ജോലി നഷ്ടപ്പെട്ടു പോവുകയോ അപ്രതീക്ഷിതമായ സ്ഥാനമാറ്റമോ ഒക്കെ സംഭവിക്കാനുള്ളൊരു യോഗമുണ്ട്. അല്ല ആരോഗ്യ പ്രശ്നത്തിലാണ് ശാരീരികമായ ക്ഷീണം, ഇടത് കണ്ണിനും ഇടത് കാലിനും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ളൊരു കാലഘട്ടം കൂടിയാണ്. ചിന്തിക്കാത്ത സമയത്ത് പോലും നമ്മൾ ആശുപത്രിയെ സമീപിക്കേണ്ടി വരും. ഇതുപോലുള്ള രോഗാതി ദുരിതങ്ങളൊക്കെ നമ്മളെ ബാധിക്കാനൊക്കെയുള്ള ഒരു ഇട വന്നേക്കാം. സമയത്ത് ധ്യാനം പരിശീലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മനസ്സിനെ നിയന്ത്രിക്കാൻ സഹായിക്കും. വ്യാഴം, ശനി എന്നീ ഗ്രഹങ്ങളെ ജാതകത്തിലെ സ്ഥിതി അനുസരിച്ച് പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പൂരുഷാദി നക്ഷത്രക്കാരുടെ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്.